ഞാനൊക്കെ കൂടെ പാലക്കാട് ഒന്ന് പോയിട്ട് വരികയാണേ. അപ്പം ഇന്ന് ഞങ്ങളുടെ കൂടെ അച്ചും അർഷാദും ഇല്ല. എന്നിട്ട് ഇനിയിപ്പോൾ അർഷാദിനെ സ്കൂളിൽ നിന്ന് വിളിച്ച് അവരിപ്പോൾ വീട്ടിൽ പോകും. നമ്മളെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അപ്പോൾ പാലക്കാട് വന്നതാണ്. അവരില്ലാതെ പുറത്തേക്ക് ഇറങ്ങിയാൽ വല്ലാത്തൊരു വിഷമമാണ്. അവരില്ലാതെ എവിടെയും പോകാൻ തോന്നില്ല. കാരണം അത്യാവശ്യം ടൗണിലൊക്കെ നമ്മൾ പാലക്കാട് വന്നു കഴിഞ്ഞാൽ കറങ്ങാൻ പോകാനൊക്കെ ചെയ്യും. മക്കളുണ്ടെങ്കിലാണ് ആ കറങ്ങാൻ പോകുന്നതിലൊക്കെ ഒരു വലിയ സന്തോഷമുള്ളത്. അതുമാതിരി ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുകയാണെങ്കിലും അവരുണ്ടെങ്കിലാണ് ഒരുപാട് സന്തോഷം ഉണ്ടാവുള്ളൂ, കഴിക്കാനായിട്ടൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾ 4 മണിയായിട്ടും ഭക്ഷണം കഴിക്കാതെ ഇരുന്നു. പിന്നെ നല്ല വിശപ്പ് തോന്നിയപ്പം ഹോട്ടലിൽ കയറി ഇപ്പോഴാണ് ഭക്ഷണം കഴിച്ചത്. എന്നിട്ട് മക്കൾക്ക് ഫുഡും മേടിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ഓരോ ജോഡി ഡ്രസ്സ് കൊടുത്തു. ഡ്രൈവിങ്ങിലാണ് ഇക്ക ഒരുപാട് പല്ലി കടിക്കുന്നത്. അതെല്ലാരും അങ്ങനത്തെ കേട്ടില്ല. കുറെ ആക്സിഡന്റുകൾ ഉണ്ടാകുന്നതിന്റെ മെയിൻ കാരണം ഇതാണ് കേട്ടോ. എല്ലാവർക്കും സ്പീഡില് പോയാൽ മതി, അവിടെ എന്ത് സംഭവിക്കുന്നുള്ളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത്ര നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് ചിലപ്പോൾ കൊണ്ടുപോയിട്ട് വണ്ടികൾ കൊണ്ട് തട്ടിക്കുന്നുണ്ടാവും. ഉള്ള കുട്ടികൾ കുറച്ച് ശ്രദ്ധിക്കുക. കുട്ടികളെന്നല്ല മുതിർന്നതെന്നല്ല എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓട്ടുക. ആകെ ഒരു ജീവിതമേ ഉള്ളൂ, ഒറ്റ ജീവിതം. കിടപ്പിലായി കഴിഞ്ഞുണ്ടല്ലോ ഈ പറയുന്ന ആരും നമുക്ക് കൂടെ ഉണ്ടാവില്ല. നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആരും ആ കഷ്ടപ്പാടിലേക്ക് പോവാണ്ട് ദൈവം ആയുസ്സും ആരോഗ്യം തരട്ടെ. ഇക്കൊക്കെ എന്താ പറയാനുള്ളത്? അതെ, ഞാൻ പറഞ്ഞ പിന്നെ അതിന്റെ അപ്പുറം ഇല്ല. ഞാൻ പറഞ്ഞു കാര്യം, ഞാൻ പറഞ്ഞു. അപ്പൊ ഇതിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഭയങ്കര വെയിലാട്ടോ. അപ്പൊ 4 മണിയൊക്കെ കഴിഞ്ഞൂലേ, 4:30. നമ്മൾ 4 മണിക്കാണ് ഫുഡ് കഴിക്കാൻ പോയത്. പിന്നെ ഇപ്പൊ ലുലുവിന്റെ അടുത്ത് എത്തിട്ടോ. പാലക്കാട്ടിൽ നിന്ന് ഇവിടെ വന്നത് ലുലു. ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ലുലു കാണാണ്ട് സമാധാനം ഉണ്ടാവില്ല. നമ്മള് ഫുഡ് കഴിച്ച് വേഗം ഇറങ്ങിട്ട് അതാ ലുലുവിൽ ഈ സമയത്തൊന്നും അധികം തിരക്കുണ്ടാവില്ല. രാത്രി ആവണം. ഇതപ്പോ ഇതാ കുട്ടികളൊക്കെ സ്കൂള് വിട്ടോളും. ഇതാണ് ഞാൻ ഫ്രണ്ടിലെ വെയിൽ കാരണം ഇതിങ്ങനെ താഴ്ത്തി ഇട്ടിരിക്കണം. എനിക്ക് വെയിൽ കൊണ്ട് തലവേദന എടുക്കും, അതുകൊണ്ടാണ്. ഇതാണ് നല്ല വെയില. ഞങ്ങൾ ഇന്ന് ഹോട്ടലിൽ നിന്ന് നമ്മുടെ ഫുഡ് ബ്ലോഗർ ഹക്കീം ഇക്കാന്റെ വീഡിയോയില് എന്തോന്നാ ഇതിന്റെ പേര്, ആ ഫുഡിന്റെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒരു ഫുഡ് കഴിക്കുന്ന വീഡിയോ ഹോട്ടലിൽ കയറി. ആ ഹോട്ടലിന്റെ പേരെന്താന്ന് ഓർമ്മയില്ല. ഇപ്പൊ നമ്മൾ കഴിച്ച ഫുഡ് എന്താ? അതെ, പാർസൽ മേടിച്ച മധു അല്ല, ചെറിയ കുട്ടിവരൊക്കെ അത് വിൽക്കാൻ കൊണ്ടുവന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഒരു അറബിക് ഡിഷാണ് കഴിച്ചത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിൽ ഞാൻ അത്യാവശ്യം കുക്കറിൽ ഇങ്ങനെ കുട്ടികൾക്ക് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതുപോലെ എന്നാലും വെറൈറ്റി ബിരിയാണി, കുഴിമന്തി, അതിനൊക്കെ ശേഷം ഇനി വന്നിട്ടുള്ള ഒരു പുതിയ ഐറ്റമാണ്. വേണ്ട നമ്മളെ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുമ്പോൾ ക്ലീൻ ചെയ്യാൻ വരുവാണ്. പക്ഷെ നമ്മളെ വണ്ടി ഇത് പേടിക്കാനും പറ്റത്തില്ല. എന്താ വെച്ചാൽ വണ്ടി പെട്ടെന്ന് എടുത്ത് പോകൂലേ. ഇതേണ്ട സ്കൂൾ പിള്ളേർ നിൽക്കുന്ന പാവം ഒക്കെ വെയിലത്താണ് നിൽക്കുന്നത്.